എല്ലാവർക്കും നമസ്കാരം. മെയിൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് സിലബസ് നോക്കി മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസാണ്, മെയിൻസിൻ്റെ സിലബസാണ്. അപ്പോൾ വെയിറ്റേജ് നോക്കിയിട്ട് കുറേ കാര്യങ്ങളിൽ നമുക്ക് പഠിത്തത്തിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഇപ്പോൾ ചരിത്രം എടുക്കുകയാണെങ്കിൽ 5 മാർക്കിൻ്റെ വെയിറ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബൈഫർക്കേഷൻ ചരിത്രത്തിനെ നോക്കാം. ഹിസ്റ്ററീൻ്റെ ബൈഫർക്കേഷൻ എന്ന് പറയുന്നത് കേരളം, ഇന്ത്യ, ലോകം, ഈ 3 ചരിത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാതരം ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും കവർ ചെയ്യണം. അപ്പോൾ കേരളമുണ്ട്, ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൈഫർക്കേഷൻ കൂടുതലാണെന്നേ പറയാൻ പറ്റും. അപ്പോൾ ഈ 5 മാർക്ക് എന്ന് പറയുന്നത് ഈ 3 സെക്ഷൻ പഠിച്ചാൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഭൂമിശാസ്ത്രം 5 മാർക്ക്, ഇപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്ന ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത് 5 മാർക്കാണ്. അതിൽ റിലേറ്റീവ്ലി ടോപ്പിക്സ് കുറവായിരിക്കും. അപ്പം കംപ്ലീഷൻ ആസ് സച്ച് പഠിച്ച് തീരാൻ കൂടുതൽ സമയം വേണ്ടത് ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്ട്സിനും, അത് കുറവ് തീരാൻ, അതായത് പഠനം കുറേ കൂടെ കൂടുതൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, സാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ധനതത്വശാസ്ത്രം പോലെ എക്കണോമിക്സാണ്. ഇന്ത്യൻ ഭരണഘടനയും 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കാണ്. ഇതിൽ പിന്നെയുള്ളത് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കേ ഉള്ളൂ. സുപ്രധാന നിയമങ്ങൾ 5. ഇതിൽ നോക്കൂ, കറണ്ട് അഫെയർസിന് 20 മാർക്കും, മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിന് 10 മാർക്കും, ജനറൽ ഇംഗ്ലീഷിന് 10ഉം, മലയാളം 10ഉമാണ്. കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ്, ഇപ്പോൾ നിങ്ങളുടെ ഏതാണോ മെയിൻസിൻ്റെ എക്സാം, ആ എക്സാമിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് നോക്കുക, വെയിറ്റേജ് നോക്കുക. ഒരു കാര്യം വെയിറ്റേജ് തന്നെയാണ്, കാരണം എത്ര മാർക്ക് ആ സെക്ഷനിൽ പഠിച്ചാൽ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഒരു ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ, ഒരു ടൈം ടേബിൾ ഡിസൈഡ് ചെയ്യുമ്പോൾ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വീക്ക് സബ്ജക്ട്സാണ്. വീക്കായിട്ടുള്ള സബ്ജക്ട്സ് എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അതാണ് എല്ലാ പ്രാവശ്യവും ഒരേ മാർക്കിന് കാരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ 65 നമ്മളെ മാർക്ക് എപ്പോഴുമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ തീരെ ഒഴിവാക്കുന്നതുണ്ടാവും. അപ്പോൾ ഈ വെയിറ്റേജ് മനസ്സിലാക്കുന്നതിലൂടെ, അതായത് ഈ സിലബസിലെ കൂടുതൽ ഡീറ്റെയിൽസ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്, അതായത് എന്തൊക്കെ ബൈഫർക്കേഷൻസ് ആണ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം സിലബസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് വെയിറ്റേജ് മനസ്സിലാവും, വീക്കർ സെക്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾ മെയിൻസ് പഠിക്കുന്ന സമയത്ത് മാക്സിമം സിലബസ് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ മെയിൻസിന് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെയിറ്റേജും സിലബസും തന്നെയാണ്, എത്ര മാർക്ക് ഓരോ സെക്ഷനിൽ ഉണ്ടാവുന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ സ്കോറിങ് ശരിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.